പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ഈ കുടുംബത്തെ അമ്മയുടെ സ്നേഹത്തിലും സമാധാനത്തിലും എന്നും നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ മാന്യതയ്ക്കും പരിശുദ്ധിക്കും എതിരായ എല്ലാ പ്രവണതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും പുലർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമേ. എല്ലാ നന്മകളുടെയും ഉറവിടമായ പരിശുദ്ധ അമ്മേ, സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചു ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തതയിലും ജീവിച്ച് മക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കും എല്ലാവർക്കും മാതൃകയാകാൻ അനുഗ്രഹിക്കണമേ. നല്ലവനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. അങ്ങേ തിരുവിഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പഠിപ്പിക്കണമേ. പരിശുദ്ധാമ്മേ, ഈ കുടുംബത്തിൽ നിന്ന് അകന്നിരിക്കുന്ന എല്ലാവരെയും അമ്മേ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ബന്ധുമിത്രാദികളും അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാമ്മേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുമനസ്സിനൊത്ത വിധം ജീവിച്ച് സ്വർഗത്തിൽ അങ്ങേ സന്നിധിയിൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദത്തിൽ പങ്കുചേരുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. നല്ലവനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന അനന്തമായ പരിപാലനയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയ അവിടുത്തെ അനന്തമായ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയിലുള്ള ആഴമായ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിനായി ഞാനിതാ അങ്ങേ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയെയും അതിലെ എല്ലാ കാര്യങ്ങളെയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങേ വലത് കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിച്ചാലും അങ്ങേ സാന്നിധ്യവും സഹായവും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിലുണ്ടാകുന്ന എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്കായി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി, ഞങ്ങളുടെ ഭവനങ്ങൾക്കായി പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയ മക്കളെയും എല്ലാ വിദ്യാർത്ഥികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുട്ടികളെ സ്നേഹിക്കുകയും ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവേ, പഠനത്തിനായി പോകുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഒപ്പം പരീക്ഷ എഴുതി നിൽക്കുന്ന എല്ലാ മക്കൾക്കും ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാമ്മേ, അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും കൃപയും എല്ലാ വിദ്യാർത്ഥികളുടെ മേലും ഉണ്ടാകണമേ. അമ്മയുടെ സന്നിധിയിൽ അവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അമ്മയുടെ വലത് കരം നീട്ടി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും ഇന്നത്തെ മക്കളുടെ ക്ലാസ്സുകളെയും പഠന സാഹചര്യങ്ങളെയും അങ്ങേ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി സമർപ്പിക്കുന്നു. അവർ പഠിച്ചതും പഠിക്കുവാൻ പോകുന്നതുമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും
അവ വേണ്ട വിധം ഗ്രഹിക്കുവാനും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ മക്കളിലേക്കും കടന്നു വന്ന ദാനങ്ങളും ഫലങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ വിദ്യാർത്ഥികളുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. എല്ലാ അധ്യാപകരെയും കുട്ടികളെയും മാതാപിതാക്കളെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ. എല്ലാവിധ ആപത്തുകളിലും ദുഃഖങ്ങളിൽ നിന്നും എല്ലാ മക്കളെയും സംരക്ഷിക്കുകയും അങ്ങേ സംരക്ഷണയുടെ തണലിൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എല്ലാവരെയും കഴിവിനൊത്ത് സഹായിക്കുവാനും എല്ലാവർക്കും നല്ല മാതൃക നൽകി ജീവിക്കുവാനും എല്ലാവരും സന്നദ്ധരാകട്ടെ. എല്ലാവരെയും സന്നദ്ധരാക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ എല്ലാവരെയും പൊതിയണമേ. കാരുണ്യവാനായ ദൈവമേ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാം കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന പിതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന കഠിനമായ വേനലിൽ നിന്നും അതിവൃഷ്ടിയിൽ നിന്നും കീടബാധതയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൃഷിയെയും വിളകളെയും സംരക്ഷിക്കണമേ. അവിടുന്ന് തിരുമനസ്സാകുന്നുവെങ്കിൽ മാത്രമേ ഞങ്ങളുടെ അധ്വാനവും പരിശ്രമങ്ങളും ഫലമണിയുകയുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളും തെറ്റുകളും പുറത്ത് ഞങ്ങളുടെ നന്മയ്ക്കും നാടിൻ്റെ അഭിവൃദ്ധിക്കും ആവശ്യമായ എല്ലാ കാലാവസ്ഥയും സമൃദ്ധമായ വിളകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവസൃഷ്ടാവും പ്രപഞ്ചദാതാവുമായ ദൈവമേ, പ്രപഞ്ചത്തെ ഒറ്റവാക്കാൽ സംവിധാനം ചെയ്യുകയും അത്യത്ഭുതകരമായ പ്രകൃതി നിയമങ്ങളാൽ സർവചരാചരങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് ഭൂമിയെ ആവരണം ചെയ്യുകയും നീർച്ചാലുകളെ നദിയിലേക്ക് തിരിച്ചുവിടുകയും ഇടിമുഴക്കി പർവ്വതങ്ങളെ വിറപ്പിക്കുകയും ചെയ്യുന്ന അങ്ങേ ശക്തി എത്രയോ വിസ്മയാവഹമാണ്. ഇപ്പോൾ ഞങ്ങളെ ഭയചകിതരും ആകുലചിത്തരുമാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ചൂടുവെയിലിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രകൃതിയെയും സംരക്ഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കായി, ഞങ്ങൾ വസിക്കുന്ന ഞങ്ങളുടെ പ്രകൃതിക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളകളും നൽകി ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ ഭാവിയെയും സമൃദ്ധമാക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെല്ലാവരെയും ദയാപൂർവം കാത്തുകൊള്ളണമേ. കൊടുങ്കാറ്റിനെ ഒറ്റ വാക്കാൽ ശാന്തമാക്കിക്കൊണ്ട് പ്രകൃതി ശക്തികളിലുള്ള അങ്ങേ അധികാരം തെളിയിച്ച ഈശോയെ, ഭയാനകരമായ സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ മധ്യേ പ്രത്യേകമാമിധം സന്നിധി ചെയ്ത് പ്രകൃതിയുടെ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും കരുണാപൂർവം അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പാപം മൂലം അധപതിച്ച മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ തിരുക്കുമാരനെ അയക്കുകയും ചെയ്ത സ്നേഹത്തെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയിലൂടെ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും നിത്യജീവിതത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഏറ്റവും പ്രത്യേകമായി ദുശീലങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്കായി, ഞങ്ങളുടെ പ്രിയ മക്കൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പാപവും പാപസാഹചര്യങ്ങളും വിട്ടകലുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിന്മയെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ പ്രിയപുത്രൻ സഹിച്ച പാടുപീഠകളെയും കുരിശുമരണത്തെയും ഓർത്ത് തിന്മയുടെ എല്ലാ ബന്ധനത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും അങ്ങയുടെ തിരുക്കുമാരനായ ഈശോയെയും അവിടുത്തെ ആത്മാവിനെയും സ്വീകരിക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുകയും ചെയ്യണമേ. പാപമോചനത്തിനായി അവിടുന്ന്
കുരിശിൽ ചിന്തിയ തിരുരക്തം തളിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും പാപഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ രക്ഷിക്കുകയും ചെയ്യണമേ. നല്ല ദൈവമേ, അങ്ങേ പ്രിയപുത്രനായ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാക്കുവാനുള്ള വരം നൽകിയ ദൈവമേ, ഈശോയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമായ അങ്ങയെ പിതാവേ എന്ന് വിളിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ. നല്ല ദൈവമേ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നരുളി ചെയ്തുകൊണ്ട് രോഗികളോടും പീഡിതരോടും അവശരോടും വേദന അനുഭവിക്കുന്നവരോടും അതിയായ സ്നേഹവും പരിഗണനയും പ്രകടിപ്പിച്ച ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആത്മീയവും ശാരീരികവുമായ വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും രോഗികൾക്ക് സൗഖ്യവും നൽകിയ കർത്താവേ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയിൽ അർപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ. അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുകൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമേ. പരിശുദ്ധ അമ്മേ, എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തക്ക വിധം ക്ഷമയോടും സന്തോഷത്തോടും ദൈവത്തിരുമനസ്സിനോടുള്ള വിധേയത്വത്തോടും കൂടി ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, എല്ലാ രോഗികളെ ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ. രോഗികളുടെ ആശ്രയമായ ഈശോയെ, അങ്ങേ സൗഖ്യദായകമായ വലത് കരം നീട്ടി എല്ലാ രോഗികളെയും അനുഗ്രഹിക്കുകയും പൂർണ്ണ സൗഖ്യം നൽകി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിലും ആശുപത്രികളിലുമായിരിക്കുന്ന എല്ലാ രോഗികളെയും അമ്മയുടെ സൗഖ്യത്തിനായി സമർപ്പിക്കുന്നു. രോഗികളോടും പീഡിതരോടും അവശരോടും അങ്ങ് സവിശേഷമായ പരിഗണനയും സ്നേഹവും പ്രകടിപ്പിക്കണമേ. ആത്മീയമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന രോഗികളെ അവിടുന്ന് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുകൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും കരുണയോടെ നോക്കണമേ. എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തക്ക വിധം ക്ഷമയോടും സന്തോഷത്തോടും കൂടി ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി ഏറ്റവും പ്രത്യേകമായ രോഗികൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ആബാ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്നേഹിതരും അധികാരികളും വഴി വന്നുപോയ സകല തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ പ്രിയപുത്രൻ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ വിലയേറിയ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ശിക്ഷാവിധിയിൽ ഉൾപ്പെടുത്താതെ അങ്ങേ സ്വന്തമായി ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യണമേ. അങ്ങേ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയാൽ എല്ലാവിധ തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും പ്രലാപനങ്ങളിൽ ഉൾപ്പെടുത്താതെ
കാത്തുകൊള്ളുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വഴി വന്നുപോയ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങേ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി, പാപികളായ ഞങ്ങളുടെ മാനസാന്തരത്തിനായി, വിശുദ്ധീകരണത്തിനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. നല്ല ദൈവമേ, കർത്താവായ യേശുവേ, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അത്ഭുതകരമായി വെള്ളം വീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയതിനെക്കുറിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന വെളിപ്പെടുത്തിയ അടയാളമായിരുന്നു അത്ഭുതങ്ങൾ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിൻ്റെ അപേക്ഷ കൈക്കൊണ്ട് അവിടുന്ന് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. ഈ അത്ഭുതം കണ്ട് അനേകർ യേശുവിൽ വിശ്വസിച്ചു. മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയും അതിലൂടെ വെളിവാക്കപ്പെട്ടു. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ നമ്മെയും യേശുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അവ തുറന്ന കണ്ണുകളോടെ കാണുവാനും ദൈവത്തിൽ കൂടുതൽ കൂടുതൽ വിശ്വസിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം മാതാവിൻ്റെ മാധ്യസ്ഥം ഓർക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വീഞ്ഞ് തീർന്നു പോയപ്പോൾ മകനെ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ മുൻപിൽ മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്ന അവസരത്തിൽ അങ്ങയുടെ പ്രിയപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെല്ലാവരെയും തിന്മയുടെ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കണമേ. ഞങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.